മുത്തുമണീസ് ഇപ്പം രാവിലെ ഭയങ്കര തണുപ്പും മഞ്ഞുമാണല്ലേ. ഞാൻ വെളുപ്പിന് എഴുന്നേക്കുന്നതാണ്. എന്നിട്ട് അരിയൊക്കെ അടുപ്പിലിട്ടിട്ട് ഒന്നുകൂടെ അങ്ങ് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വായി നോക്കിയിരിക്കും ആ ഉറക്കപ്പിച്ചി ഒന്ന് പോകാനായിട്ടേ. പിന്നെ വേഗം പോയി പാല് കാച്ചിക്കൊണ്ട് വന്ന് പൊന്നൂനും മോനുകുട്ടനും മദ്രസയിൽ ട്യൂഷന് വിടാൻ ചൂട് പാല് കൊടുക്കുമ്പോൾ രണ്ടുപേരുടെയും ആ ഉറക്കപ്പിച്ചി അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇതേ ഒരാൾ ജിമ്മ് ബോഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പയർ കൂമ്പ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അതൊന്ന് വേവിക്കാൻ വെച്ചു. വാഴക്കൂമ്പും അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ദേ പൊന്നൂനെ മോണ്ടനെയും ട്യൂഷനാക്കിയിട്ട് വന്ന അണ്ണൻ ഇങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഞാൻ പോയി ഇരുന്ന് കുറച്ച് നേരമൊക്കെ കുത്തിപ്പൊക്കി കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. എന്നിട്ട് അണ്ണനെയും വിളിച്ചുകൊണ്ട് വന്ന് അണ്ണനെ തേങ്ങ പൊട്ടിച്ച് തരാം. അണ്ണൻ പറയണേ നിനക്കിതൊക്കെ പഠിച്ചുകൂടെ, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ. അങ്ങനെ എല്ലാം അങ്ങ് പഠിച്ചാൽ അങ്ങനെ ശരിയാവുമല്ലേ. പിന്നെ ദേ വാഴക്കൂമ്പ് തോരൻ റെഡിയായി. ഞാൻ ഇന്ന് ഇത്തിരി അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊന്നും അവിയൽ അങ്ങനെ കഴിക്കില്ല, തോരനെല്ലാം കഴിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ശീലിപ്പിക്കണമല്ലോ. അപ്പോൾ ഇന്ന് അവിയൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ദോശ ചൂടാൻ ഞാൻ ഒരാളെ അങ്ങ് ഏൽപ്പിച്ചു. അങ്ങനെ കിടന്നുറങ്ങണ്ട. അപ്പോൾ അതേ അണ്ണൻ ദോശ ഇടാൻ തുടങ്ങി. മോനുകുട്ടൻ ഇന്നലെ ചോറായതുകൊണ്ടേ ഇന്ന് ദോശ കൊടുത്ത് വിട്ടില്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഞാൻ വേഗം ഒരു ചമ്മന്തി അങ്ങ് സെറ്റാക്കി സ്നാക്സ് ആയിട്ട് ബദാമും അതുപോലെ നമ്മുടെ പേരക്കയും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ മുത്തുമണി.